അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പല ആളുകളും വളരെയധികം പ്രയാസപ്പെടുന്നത് വസ്വാസ് കൊണ്ടാണ്. എങ്ങനെയാണ് വസ്വാസ് വരുന്നത്? കൂടുതലായി ശൈത്വാൻ പിഴപ്പിക്കുന്നത് നമുക്കറിയാം. വിശ്വാസികളായ നല്ലവരായ ആളുകളെ കൂടുതൽ പ്രയാസപ്പെട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ശൈത്വാൻ ഇബ്ലീസ് പിഴപ്പിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിലേക്ക് ശൈത്വാൻ ഇടുന്ന ഒരു സംശയമാണ് വസ്വാസ് എന്നുള്ളത്. ഈ വസ്വാസ് വരുന്നത് കൂടുതലും നമുക്ക് പല വിഷയങ്ങളിലും സംശയം. വുളു എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വുളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് സംശയം വരികയാണ്, ഞാൻ എൻ്റെ മുഖം കഴുകിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ തല തടവുന്ന സമയത്ത് അയാളെ ശൈത്വാൻ സംശയിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ കൈകൾ കഴുകിയിട്ടുണ്ടോ? നജസ് ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ നജസിനെ കുറിച്ചുള്ള ക്ലാസ് എടുത്ത് അതിന്റെ കമന്റ് ബോക്സിൽ കൂടുതൽ ആളുകളും വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. ഈ വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടാനുള്ള കാരണം യഥാർത്ഥത്തിൽ നാം പഠിക്കാത്തത് അതൊരു കുറ്റമായി പറയുകയല്ല. നാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പല വിഷയങ്ങളും നാം പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ വസ്വാസ് കൂടുതലായി കടന്നു വരുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്, നായ തൊട്ടാൽ അവിടെ 7 പ്രാവശ്യം കഴുകണമെന്ന്. അതുപോലെ തന്നെ ഒരു തറയിൽ മൂത്രമായാൽ അത് ശുദ്ധിയാക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ മൂത്രം ആയ ആ സ്ഥലം, അതല്ലെങ്കിൽ മൂത്രത്തിനോട് വെള്ളം കലരുമ്പോൾ, വെള്ളം അതിനോട് ചേരുമ്പോൾ ആ വെള്ളം കൂടെ നജസാകും എന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ ബാക്കി കൂടി നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് പല വിഷയങ്ങളിലും സംശയങ്ങൾ കൂടുതലായി വരുന്നതും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വസ്വാസ് വന്ന് കയറുകയും ചെയ്യുന്നത്. വസ്വാസ് ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ അയാൾക്ക് ആ വിഷയങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും സംശയങ്ങൾ, പിന്നെ അത് മറ്റുള്ള കാര്യങ്ങളിലേക്കെല്ലാം വ്യാപിപ്പിച്ച് ശൈത്വാൻ അവനെ ഒരു വസ്വാസ് രോഗിയാക്കി മാറ്റുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ശരിയായ മസ്അല എന്താണെന്ന് മനസ്സിലാക്കുകയും നാം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളിൽ നാം ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വസ്വാസിൽ നിന്ന് മോചനം നേടാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ ഓർക്കുകയും ദിക്റുകൾ അമിതമായി ചെയ്യുകയും ചൊല്ലുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വസ്വാസിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മസ്അലകൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പല വിഷയങ്ങളിലുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കഴിയുന്ന ആളുകളൊക്കെ കേട്ടു മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റു സംശയങ്ങൾ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനൊക്കെ മറുപടി നൽകാൻ സാധിക്കുന്നതിൽ നമുക്ക് നൽകുകയും പഠിക്കുകയും ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. Please watch and subscribe Goodness Path. Assalamu alaikum wa rahmatullahi wa barakatuh.